ഹായ് ഹലോ നമസ്കാരം, RJ വിനു ആണ്. ഞാൻ RJ വൈശാഖ്. അപ്പോൾ ഏപ്രിൽ മാസമാണ്, എല്ലാവരും വിഷു ആഘോഷിക്കുന്ന റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ വിനു ഞാൻ ആലോചിക്കായിരുന്നു, ഏപ്രിൽ മാസമാണല്ലോ. അതെ, അപ്പോൾ നമുക്കൊന്ന് ഏപ്രിൽ ഫൂൾ ആക്കിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് കുറച്ച് പേരൊക്കെ ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കണ്ട് ആസ്വദിക്കാം. ടൺ കണക്കിന് ഫണ്ട്. ഹലോ, ഏപ്രിൽ ഫുൾ. ഏപ്രിൽ ഫുൾ ഇതാണ് ഏപ്രിൽ ഫുൾ. ഹാപ്പി വിഷു. നിങ്ങൾ ക്ലബ് ഓഫ് മീന്നാണ്. ഒരു വിഷു പറയാമോ? ഹാപ്പി വിഷു പറയാം. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ തരാൻ വേണ്ടി വന്നതാണ്. ക്ലബ് ഓഫ് മീന്നാണ്. ഏപ്രിലിലെ ഫൂൾ തരാൻ വന്നതാണ്. വാ, വന്ന് വാങ്ങിക്കേ. ഏപ്രിൽ ഫൂൾ അല്ലേ? എവിടെ ഐശ്വര്യമായിട്ട് പിടിക്കുക. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂളാണ്, വേറെ ഒന്നുമല്ല. ഇത് വാങ്ങിക്കേ, എത്രയേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി, പിടിച്ചോളൂ. അവർക്ക് ഫൂൾ വേണ്ട വിനു. ഈ ഫൂളിന് ഒരു വിലയും ഇല്ലേ? ഇപ്പൊ എല്ലാവരും ഇതിനു വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ട് ഓടുന്നത്. പക്ഷേ പിള്ളേർക്കൊന്നും വേണ്ട. ഇത് വാങ്ങിക്കുന്ന ആളുണ്ടോ നമുക്ക് നോക്കാം. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ വരാൻ വേണ്ടി വന്നിരിക്കുക ക്ലബ് ഓഫ് മീന്ന്. ഹാപ്പി വിഷു. സന്തോഷമായ ഓക്കെ, ഒരു വിഷു പറഞ്ഞേ. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. ഞെട്ടിപ്പോയോ? മനസ്സിലായില്ലേ? ഏപ്രിൽ ഫൂൾ തരാൻ വേണ്ടി വന്നതാണ്. ഏപ്രിൽ ഫൂൾ അല്ല, ഏപ്രിൽ ഫൂൾ തരാൻ വേണ്ടി വന്നതാണ്. ക്ലബ് ഓഫ് ഹോം. ഒരു വിഷു പറഞ്ഞ് അങ്ങോട്ട് നോക്കി. ഇതാ ക്യാമറ നോക്കിയിട്ട് ഹാപ്പി വിഷു ഒന്ന് പറഞ്ഞു കേട്ടോ. ഹാപ്പി വിഷു. ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. ഹായ്, ഏപ്രിൽ ഫൂൾ തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ക്ലബ് ഓഫ് മീന്ന്. ഓക്കെ, ഹാപ്പി വിഷു. ഒരു ഹാപ്പി വിഷു പറഞ്ഞു. അയ്യോ, കരയുന്നു കേട്ടോ. കുറച്ച് മേടിച്ചോ? ഏപ്രിൽ ഫൂൾ. ഏപ്രിൽ ഫൂൾ. നിങ്ങൾ ക്ലബ് ഓഫ് മീന്നാണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മാസമായിട്ട് ഏപ്രിൽ ഫൂൾ തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാ വാങ്ങിച്ചോളൂ. ഹാപ്പി വിഷു. ഞെട്ടിപ്പോയല്ലേ? സോറി. ഓക്കെ, ഒരു വിഷു പറയാമോ? ഒരു ഹാപ്പി വിഷു പറയാമോ? യെസ്, അപ്പോൾ കുറേ പേര് ഏപ്രിൽ ഫൂൾ ആക്കിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഫൂൾ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അറിയാലോ, പൂവ് എന്നാണ് അർത്ഥം. ഏപ്രിലിൻ്റെ പൂവ് എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. അത് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. യെസ്, അപ്പോൾ ഏപ്രിൽ ഫൂൾ ആക്കിയതല്ല, ഏപ്രിൽ ഫൂൾ കൊടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ നാം നിൽക്കുന്ന ഒരു കണിക്കൊന്ന മരത്തിൻ്റെ ചുവട്ടിലാണ്, മ്യൂസിയത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൂവൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാം പറിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല ആരുടെ വീട്ടിലും ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു കണിക്കൊന്നയുടെ കണിത്തൈ, അതെ, കണിക്കൊന്നയുടെ തൈ വെക്കുവാണെങ്കിൽ വരും വർഷങ്ങളിൽ കണി വെക്കാൻ നമുക്ക് എന്താ പറയുക, 100-150 റുപ്യൊക്കെ ആണ് ഇപ്പോൾ. 150-200 രൂപ വരെയൊക്കെ ഉണ്ട്. അതെ, പൈസ കൊടുത്ത് വാങ്ങുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കണിക്കൊന്ന തൈ വീട്ടിൽ നട്ടു വളർത്തുക. അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. വിഷു. ബൈ ഫ്രം വിനു ആൻഡ് വൈശാഖ്. ടൺ കണക്കിന് ഫൺ.